ഞാൻ പോയിട്ടില്ല മോളെ. അമ്മ നിക്ക്. ആ അമ്മ ഇതെവിടെ പോവാ? അതെ, ഞാനൊന്ന് അമ്പലത്തിലോട്ട് പോവാ. ഞങ്ങളും കൂടി വരാം. എന്തിന്? വേണ്ട, ഞാൻ പൊക്കോളാം. എന്റെ മോളെയും കൊണ്ടേ ഞാൻ വരത്തുള്ളൂ. ആന്റി ഒറ്റയ്ക്ക് പോകണ്ട ആന്റി, മാമച്ചിയും കൂടെ കൊണ്ടുപോകും. എന്റെ ദൈവമേ, ഞാൻ പൊക്കോളാം. എന്നെ ആരും പിടിച്ചോണ്ട് പോകാനൊന്നും പോകുന്നില്ല. എത്ര നേരമായാലും ഞാൻ എന്റെ ഭാനുവിനെ കിട്ടിയിട്ടേ വരത്തുള്ളൂ. ഞാൻ പോയിട്ട് വരാം പാമേ. ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. നീ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം, കേട്ടല്ലോ? ഭരത്തേട്ടാ, അമ്മ ഇപ്പൊ അമ്പലത്തിലേക്ക് പോയി. എന്നാ നിങ്ങളൂടി പോവാത്തെന്താ? എന്താ, അമ്മ മാത്രം പൊക്കോളാന്ന് പറഞ്ഞിട്ടാ പോയത്. ആ, അമ്പലത്തിലേക്ക് തന്നെയല്ലേ, പോയിട്ട് വരച്ചേ. ആ ശരി ഭരത്തേട്ടാ. എന്താ? അമ്മയുടെ കാര്യം തിരക്കാൻ വേണ്ടി വിളിച്ചതാ. ഭാനുവിനെ കാണുന്നില്ല എന്നറിഞ്ഞിട്ടും അത് അറിയാത്ത പോലെ ഇരിക്കാൻ എന്നെ കൊണ്ട് ആവുന്നില്ല. സേതുട്ടാ, സേതുട്ട് വരുന്നെങ്കിൽ വന്നാ മതി. നീ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്തെടുക്കാൻ പോവാ? ചെന്ന് കയറ്, എന്നിട്ട് അവരുടെ വായിരിക്കുന്ന കുത്തുവാക്കൊക്കെ കേക്ക്. എന്നെ പറയുന്നവരോട് മറുപടി പറയാൻ എനിക്കറിയാം. ഭാവന പറഞ്ഞിട്ട് പോയത് സേതുട്ടൻ കേട്ടതല്ലേ. ഇനി ഇവിടേക്ക് അവള് വരത്തില്ലെന്നാ പറഞ്ഞേ. ആരും വരണ്ട. എന്റെ അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്താണ് എന്നെ തല്ലിയത്, വഴക്ക് പറഞ്ഞത്. അതുകൊണ്ട് അമ്മ എന്നെ തേടി വരും, വന്നാലേ ഞാൻ തിരിച്ചു പോകത്തുള്ളൂ. അമ്മ വന്നിട്ടാണ് സേതുട്ടൻ വരാനിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. മായേ,